കണ്ണൂർ വളപട്ടണത്തെ വീട്ടിലെ മോഷണത്തിൽ ഡോഗ് സ്ക്വാഡ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. നായ മണം പിടിച്ചെത്തിയത് മോഷണം നടന്ന വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്കാണ്. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, ഡോഗ് സ്ക്വാഡ് പോകുന്ന വഴിയാണെങ്കിൽ മോഷണം നടത്തിയവർ, മോഷ്ടാക്കൾ വീടിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ ട്രാക്ക് വഴി കടന്നു കളയാനുള്ള സാധ്യതയാണോ ഉള്ളത്? അർജുൻ, തീർച്ചയായിട്ടും വരണം. അതായത് നമ്മൾ നേരത്തെ ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ പുറകുവശത്ത് ഏകദേശം ഒരു 250 മീറ്റർ അകലെ മാത്രമാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്. ഈ റെയിൽവേ ട്രാക്കിലൂടെയാണ് ഇപ്പോൾ ഡോഗ് മണ്ണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷന് ഭാഗത്തേക്ക്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ നേരെ ഈ ട്രാക്ക് ചെന്നെത്തുന്നത് ഈ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നായ സഞ്ചരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അത് തന്നെയാണ് സാധ്യത. അതായത് അവിടെ ഈ ഡോഗ് വീട്ടിനകത്തൊക്കെ വന്നു, അതിൻ്റെ മോഷ്ടാക്കൾ കയറിയ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ ലോക്കർ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. അവിടെ നിന്ന് മണം പിടിച്ചതിന് ശേഷമാണ് വീടിന് സമീപത്തുള്ള മതിൽ വഴി തന്നെ ഡോഗ് സഞ്ചരിച്ച് നേരെ അതിൻ്റെ വീടിൻ്റെ മതിലിനോട് ചേർന്നുള്ള ഒരു ഇടവഴിയിലൂടെ ഡോഗ് കടന്നു വരികയും ഏകദേശം ഒരു 250 മീറ്റർ മാത്രം പുറകിൽ, അതായത് വീടിന് പുറകു വശത്തേക്കാണ് ഈ റെയിൽവേ ട്രാക്ക് ഉള്ളത്, അവിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ ഡോഗ് സഞ്ചരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗം കടന്നു കളയാനുള്ള സാധ്യത പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഏകദേശം ആ ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. 300 പവനും അതുപോലെ തന്നെ 1 കോടിയിലേറെ രൂപയുമാണ് നഷ്ടമായിരിക്കുന്നത്. ഇത്രയും അളവിലുള്ള ഈ പണവും സ്വർണവും ഒക്കെ ഏത് രീതിയിലാണ് ഇവിടെ സൂക്ഷിച്ചത് എന്ന കാര്യത്തിലെല്ലാം കൊണ്ടുപോകണമെങ്കിൽ വലിയ ചാക്കുകെട്ടുകൾ പോലെ വലിയ ബാഗിൽ മാത്രമല്ല 1 കോടി രൂപയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വലിയ ബാഗുമായിട്ടായിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക. അത് ആ പോകുന്ന വഴികളിലൊന്നും CCTV ലഭ്യമല്ലേ അർജുൻ? പ്രധാനമായും ആ വീടിനോട് ചേർന്നുള്ള, അതിൽ വീട്ടിൽ തന്നെയുള്ള CCTV ആണുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കടയുണ്ട്. ആ കടയിലും ഒരു CCTV ഉണ്ട്. ആ കടയിലെ CCTV ദൃശ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലെ CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് 2 പേർ ഈ മതിൽ ചാടി അകത്തേക്ക് എത്തുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ പേർ, 3 പേർ ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. വീട്ടിനകത്തുള്ള CCTV എല്ലാം തന്നെ, അതായത് ഈ വീട്ടിലെ റൂമിന് അകത്ത്, അതായത് ഈ ലോക്കർ സ്ഥാപിച്ച ആ സ്ഥലത്ത് പോലും CCTV ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ അവിടുത്തെ CCTV ഉൾപ്പെടെ ഈ മോഷ്ടാക്കളുടെ സംഘം, അതായത് അതിൽ ഒരാളെ മാത്രമേ കാണാനുള്ളൂ. അയാൾ ഈ CCTV എത്തി മറച്ചു വെക്കുന്നതും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില സംശയങ്ങൾ CCTV ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ CCTVയിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു മോഷണമാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് ഒരു പ്രാഥമികമായി നമുക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്തെ പറ്റിയും ഈ വീടിനെ പറ്റിയും ഒക്കെ നല്ല ധാരണയുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും ഈ മോഷണം, അല്ലെങ്കിൽ ഈ പറയുന്ന മോഷ്ടാക്കളുടെ സംഘം കൃത്യമായ രീതിയിൽ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നായ മണം പിടിച്ച് സഞ്ചരിച്ചിരിക്കുന്നത് ഈ റെയിൽവേ ട്രാക്കിലാണ്. നമുക്ക് ഈ സഞ്ചരിച്ച വഴിയിലൂടെയാണ് നായ ഇവിടത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ നടക്കുന്ന വഴിയിലൂടെയാണ് നായ ഈ റെയിൽവേ ട്രാക്കിൽ എത്തിയിട്ടുള്ളത്. ഈ വീടിനോട് ചേർന്ന് അതിൻ്റെ പുറകുവശത്തായി ഈ കാണുന്ന ഒരു വഴിയുണ്ട്. അതായത് ഒരു നടന്നു വരാൻ വേണ്ടി പാകത്തിലുള്ള ഒരു വഴിയാണ്. ഒരു സ്റ്റെപ്പൊക്കെ ഉള്ള ഇറങ്ങി വരാൻ വേണ്ടി പാകത്തിലുള്ള ഒരു വഴിയാണ്. ഈ വഴിയിലൂടെയാണ് നായ ഈ റെയിൽവേ ട്രാക്കിൽ എത്തിയിട്ടുള്ളത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് തീർച്ചയായിട്ടും വരണം. അതായത് പരിചയമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു വഴി ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നമ്മൾ ഇത്രയും സമയം അവിടെ നിന്നിട്ട് പോലും ഇങ്ങനെ ഒരു വഴി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കൃത്യമായ രീതിയിൽ ഈ മോഷ്ടാക്കൾ ഇതുവഴി എത്തുന്നു, റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നു, വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇവിടെ നിന്നൊരു 200 മീറ്റർ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ. ഇവിടെ ഈ റോഡ് വഴിയാണിപ്പോൾ ഡോഗ് കടന്നു വന്നിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ ഇവിടുത്തെ സമീപത്തെ വീട്ടിലുൾപ്പെടെ CCTV ദൃശ്യങ്ങളുണ്ട്. CCTV സ്ഥാപിച്ചതായി കാണുന്നുണ്ട്. അതുൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഈ റെയിൽവേ ട്രാക്കിലുള്ള വഴിയിലേക്കുള്ള CCTV ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ഈ കയറി വന്നിട്ടുള്ള ഈ വഴി പകർത്താൻ പാകത്തിലുള്ള ഒരു CCTV ദൃശ്യമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതിലൊരു ദുരൂഹത മൊത്തത്തിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഡോഗ് മണം പിടിച്ച് പോയിട്ടുള്ളത് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ്. ഇനി അവിടെ നിന്ന് ഈ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും
എവിടത്തേക്കെങ്കിലും ട്രെയിൻ കയറി സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അരുൺകുമാർ. ഓക്കെ, അർജുൻ കല്യാട് ഈ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളുടെ റിപ്പോർട്ടിങ്ങുകളിടയിലുമൊക്കെ ചെറിയ കഫക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ന്യൂമോണിയയുടെ അടുത്ത് വരെ എത്തിയതാണ്. ഓടുമ്പം അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേൾക്കുകയും ചെയ്യാം. പക്ഷേ അർജുൻ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഡോഗ് സ്ക്വാഡ് ആ പരിസരത്ത് ഇപ്പോൾ പരിശോധന നടത്തി വീടിന് തൊട്ടു പിന്നിലുള്ള ചെറിയ ഇടവഴിയിലൂടെ വന്ന് റെയിൽവേ പാളത്തിലൂടെ എത്തി വളപട്ടണം പുഴയുടെ ഭാഗത്തേക്ക് പോയി എന്നാണ് അനുമാനം. ഒരു കാര്യം ഉറപ്പാണ്.